ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീ നാരായണനെ സംബന്ധിക്കുന്നതാണ് നാരായണീയം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് നാരായണീയം. അതായത് നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം ഭാഗവതത്തിന്റെ സംഗ്രഹീത രൂപമാണ്. നാരായണീയത്തെയും അതിന്റെ ഉപജ്ഞാതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെയും ആദരിക്കുവാൻ എല്ലാ വർഷവും വൃശ്ചികം 28 നാരായണീയ ദിനമായിട്ട് ആചരിച്ചു പോരുന്നു. നാരായണീയം നിത്യപാരായണത്തിലൂടെ നമ്മുടെ പല രോഗങ്ങളും കടബാധ്യതകളും നീങ്ങി ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇനി നാരായണീയം ഉണ്ടായ കഥ പറയാം നമുക്ക്. ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷവാതം പിടിപെട്ട് കിടപ്പിലായി. അദ്ദേഹത്തിന്റെ യാതന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടതയകറ്റി. പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായമന്വേഷിച്ച് ഒരാളെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായിരുന്ന എഴുത്തച്ഛന്റെ പക്കലേക്ക് അയക്കുന്നു. അദ്ദേഹം മീൻ തൊട്ടുകൂട്ടുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇത് കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിന്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണന്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്ര കാവ്യത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്തു. ഭട്ടതിരിപ്പാടിന്റെ 27ാം വയസ്സിലാണ് ഇത് രചിക്കുന്നത്. 100 ദശകങ്ങളായി 100 ദിവസം കൊണ്ട് ഇത് എഴുതി തീർത്തത്. ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. 100ാം ദിവസം രോഗവിമുക്തനാവുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പ്രസിദ്ധമായ കേശാദിപാത വർണ്ണന 100ാം ദശകത്തിലാണ്. നാരായണീയം പരിസമാപ്തിയിലേക്ക് എത്തിയത് വൃശ്ചികം 28ാം തീയതി ആയതിനാലാണ് ആ ദിനം നാരായണീയ ദിനമായി ആചരിക്കുന്നത്. അന്നേ ദിവസം ഗുരുവായൂരമ്പലത്തിൽ വിശേഷ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഒരു ദിവ്യ ഔഷധത്തിന്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത്. ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത്. അദ്ദേഹത്തിന്റെ ഭക്തിമാർഗം നാരായണത്തിലുടനീളം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാകാത്ത കാണിക്കയാണ് നാരായണീയം. നമുക്കും നാരായണീയ പാരായണത്തിലൂടെ ഭഗവാന്റെ ഭക്തരായി തീരാം. ഭഗവാന്റെ പ്രീതി നമുക്കും നേടാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.